അവഗണനകൾ അതിരുകടന്നതോടെ മഹായുതി സഖ്യത്തിൽ നിന്ന് പിന്മാറുമെന്ന ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഏക്നാഥ് ഷിൻഡെ എന്ന മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി. ശിവസേന വിമത വിഭാഗം നേതാവായി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പദവിയിൽ 2.5 വർഷം ഇരുന്ന ഷിൻഡെയ്ക്ക് ഇപ്പോൾ പക്ഷേ കണ്ടകശനിയാണെന്ന് പറയേണ്ടി വരും. മഹാരാഷ്ട്ര നിയമനിർമ്മാണ തെരഞ്ഞെടുപ്പിൽ BJP വലിയ വിജയം പിടിച്ചതോടെ അപകടം മണത്ത ഷിൻഡെ മഹായുതി സർക്കാരിൽ ഇപ്പോൾ കലാപം അഴിച്ചുവിടുകയാണ്. BJPയെ വരച്ച വരയിൽ നിർത്താൻ സാധിക്കില്ലെന്ന് തിരിച്ചറിവിൽ പിന്നെ മുന്നണിക്കുള്ളിൽ തന്നിഷ്ടം നടപ്പിലാക്കാൻ ഇറങ്ങിത്തിരിച്ച ഷിൻഡെയാണ് പരാജയം സമ്മതിച്ച് മുന്നണിയുടെ പടിയിറങ്ങാൻ ഇപ്പോൾ തയ്യാറാകുന്നത്. ഷിൻഡെ മുന്നണിക്കുള്ളിൽ നിന്നാലും ഇല്ലെങ്കിലും സർക്കാരിന് തട്ടുകേടില്ലാതെ മഹാരാഷ്ട്രയിൽ കാലാവധി പൂർത്തിയാക്കാം. അതുകൊണ്ടുകൂടിയാണ് ഷിൻഡെ പോര് കടുപ്പിച്ച് രാജ്യഭീഷണി മുഴക്കിയിരിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടിയിട്ടും BJP മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് തലവേദന മാത്രമാണ് കഴിഞ്ഞ 3 മാസം കൊണ്ടുണ്ടായത്. 3 ആഴ്ച മുമ്പ് അവസാന ശ്രമം എന്ന നിലയിൽ ഷിൻഡെയുമായി ഫട്നാവിസ് തുറന്ന ചർച്ചയ്ക്ക് തയ്യാറായതാണ്. അസ്വാരസ്യങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള വേദിയായി ഈ യോഗത്തിനെ നേതൃത്വം കണ്ടെങ്കിലും അവസാന നിമിഷം പിന്മാറിയ ഷിൻഡെ താൻ മയപ്പെടില്ല എന്ന പ്രഖ്യാപനമാണ് നടത്തിയത്. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ എന്ന ആറ്റിറ്റ്യൂഡാണ് ഫട്നാവിസ് ഷിൻഡെയോട് പെരുമാറിക്കൊണ്ടിരുന്നത്. മഹാരാഷ്ട്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ചില പദ്ധതികളെ സംബന്ധിച്ചുള്ള യോഗം എന്ന നിലയിലേക്കാണ് ഷിൻഡെയെ വിളിച്ചു വരുത്തിയത്. എന്നാൽ യോഗം തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നാടകീയമായി ഷിൻഡെ പിന്മാറുകയായിരുന്നു. മുഖ്യമന്ത്രി ഫട്നാവിസ് ആദ്യം ചെയ്തത് സെക്രട്ടേറിയറ്റിലെ 1-ാം നിലയിൽ നിന്ന് ഷിൻഡെയെ എടുത്തു മാറ്റി 6-ാം നിലയിലേക്ക് തട്ടുകയായിരുന്നു. ഇതിലുള്ള കലിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ച ഷിൻഡെ അന്ന് തുടങ്ങിവെച്ച കലാപമാണ് ഇന്നും മഹായുതി സർക്കാരിനെ പിടിച്ചു കുലുക്കുന്നത്. നേരത്തെ ദാവോസിൽ പൂർത്തിയായ ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത് 10 ദിവസത്തിന് ശേഷം തിരികെ മഹാരാഷ്ട്രയിലെത്തിയ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പുരോഗതികൾ ഷിൻഡെയുമായി ചർച്ച ചെയ്യാൻ മടിച്ചിരുന്നു. സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്തതിന്റെ ഗുണവശങ്ങൾ അജിത് പവാറുമായി ചർച്ച ചെയ്ത ഫട്നാവിസ് പക്ഷേ ഷിൻഡെയെ അവിടെയും മാറ്റി നിർത്തി. കഴിഞ്ഞ മാസം വിവിധ ജില്ലകളുടെ ഗാർഡിയൻ മന്ത്രിമാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടാണ് മഹായുതി സർക്കാരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെയും അനുയായികളും അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വന്നതോടെ നാസിക്, റായ്ഗഡ് ജില്ലകളുടെ ഗാർഡിയൻ മന്ത്രി നിയമനം ഫട്നാവിസിന് പിൻവലിക്കേണ്ടി വന്നു. NCP മന്ത്രി അദിതി തൽക്കറെ, അതുപോലെ BJP മന്ത്രി ഗിരീഷ് മഹാജൻ എന്നിവർക്കായിരുന്നു റായ്ഗഡ്, നാസിക് ജില്ലകളുടെ ചുമതല യഥാക്രമം നൽകിയത്. NCPക്ക് അമിതമായ പ്രാധാന്യം മഹാരാഷ്ട്ര സർക്കാരിൽ നൽകുന്നുവെന്ന ചിന്തയിൽ അസ്വസ്ഥനായി നിൽക്കുകയാണ് നേരത്തെ തന്നെ ഏക്നാഥ് ഷിൻഡെ. ഈ അസ്വാരസ്യമാണ് ഇപ്പോൾ രാജിയുടെ വക്കിൽ എത്തി നിൽക്കുന്നത്.